ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളെ കുറിച്ചൊരു റീഡിംഗ് ആണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജി ലെവൽ എന്താണ്? അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ ഒരുപാട് നടക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അതെന്താണ്? ആ ഒരു കാര്യത്തിന് മേൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഒരു റിസൾട്ട് എന്താണ്? ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് സാധിച്ച് ലഭിക്കുമോ? അത് എത്രത്തോളം പെട്ടെന്ന് നിങ്ങൾക്ക് സാധിച്ച് ലഭിക്കും? ഇതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്റ്റഡ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ, ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് ലൈഫിന്റെ ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു നല്ല ഗൈഡൻസ് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് നിന്ന് റീഡിംഗ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ഞാൻ ഇതിന്റെ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ വാട്സപ്പ് നമ്പർ ആഡ് ചെയ്യുന്നതാണ്. അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് വീഡിയോ മുഴുവനായി തന്നെ കാണുവാനായിട്ട് ശ്രമിക്കുക. ആദ്യമായി നിങ്ങളൊന്ന് ഡീപ്പ് ബ്രീത്ത് എടുക്കുക, ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ഈ ഒരു ടൈമിൽ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കണം. നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് എങ്കിൽ പോലും ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളെ തന്നെ പൂർണ്ണമായിട്ടും ഉറച്ചു വിശ്വസിക്കുക. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ കഴിവ് എന്ന് പറയുന്ന ആ ഒരു കാര്യം, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ഒരു ഇന്നർ പവർ ഉണ്ട്. ആ ഒരു ഇന്നർ പവർ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു സമയമാണിത്. അപ്പൊ നിങ്ങൾ ആ ഒരു ശക്തിയിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കാണുക. പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡോട് കൂടി നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം എത്രയും വേഗം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകും എന്ന ഒരു പ്രതീക്ഷയോടെ, ആ ഒരു പ്രാർത്ഥനയോട് കൂടി തന്നെ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് 10 ഓഫ് കപ്സിന്റെ എനർജിയാണ്. അപ്പൊ ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി ലെവൽ എന്ന് പറയുമ്പോൾ, പേഴ്സൺ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ ഒരു ഇപ്പോഴത്തെ ഒരു എനർജി ലെവൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, ആദ്യമേ തന്നെ എനിക്ക് ഇവിടെ വന്നിരിക്കുന്നത് അനുസരിച്ച് കാണുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സന്തോഷകരമായ കുടുംബ ജീവിതം വളരെയേറെ ആഗ്രഹിക്കുന്ന വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഒരു ദാമ്പത്യ ജീവിതം, കുട്ടികൾ, കുടുംബം, ആ ഒരു രീതിയിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ വളരെ സന്തോഷകരമായ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ഒരു എനർജിയാണ് നമുക്ക് ആദ്യമേ തന്നെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു വിവാഹ ജീവിതം അല്ലെങ്കിൽ ഒരു ദാമ്പത്യ ജീവിതം സന്തോഷകരമായി പോകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളായിട്ട് നിങ്ങളെ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ത്രീ ഓഫ് സോൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് അനുസരിച്ച് നിങ്ങൾ ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിരിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എന്തൊക്കെയോ രീതിയിൽ ഒരു ബ്രേക്കപ്പ് നടന്നിരിക്കുന്നു. വേദനാജനകമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളായിട്ടാണ് നിങ്ങളെ എനിക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. എയ്റ്റ് ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആകണം എന്നും ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ എനർജി നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ കാര്യത്തിലും നിങ്ങൾ ഒരു വേദനിപ്പിക്കുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും കൈവരണം.
എന്ന് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ മുന്നിലേക്ക് ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ കൺഫ്യൂഷൻസ്, അതുപോലെ ഒരു നിങ്ങളുടെ മുന്നിൽ ഒരു വെളിച്ചമില്ലാത്ത അവസ്ഥ, ഒരുപാട് ദുഃഖത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഊർജം കിട്ടുന്നില്ല മുന്നോട്ടേക്ക് പോകാനായിട്ട്. എപ്പോഴും ഒരു തളർന്ന ക്ഷീണം, അല്ലെങ്കിൽ മനസ്സിനുള്ള ഒരു ധൈര്യമെല്ലാം ചോർന്നു പോയിരിക്കുന്ന ഒരു ഡൗൺ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. എന്ത് ചെയ്യണം, മുന്നോട്ടേക്ക് ഏത് വഴിയിലൂടെ പോകണം, ഏത് തിരഞ്ഞെടുക്കണം, ഇങ്ങനെയെല്ലാം ഉള്ള രീതിയിൽ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ. ഡെവിൾ കാർഡ് ആണ് വന്നിരിക്കുന്നത്. ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു തേർഡ് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിൽക്കുന്നുണ്ട്. ആ ഒരു തേർഡ് സിറ്റുവേഷനും നിങ്ങളുടെ ലൈഫിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മറ്റുള്ള വ്യക്തികളുടെ ഇടപെടൽ മൂലമായിരിക്കാം നിങ്ങളുടെ ഒരു ദാമ്പത്യ ജീവിതത്തിന് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് നിൽക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരു എനർജിയും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. Nine of Swords, the Emperor card, Eight of Wands. ഓക്കെ, അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ മറ്റു പുറത്തു നിന്നുള്ള വ്യക്തികളുടെ സ്വാധീനം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിനെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ബാധിച്ചിട്ടുള്ളതായിട്ട് നമ്മൾ പറഞ്ഞു. അതിന്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ ഒരുപാട് ദുഃഖിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഒരു എനർജീസ് കാര്യങ്ങളെല്ലാം തന്നെ വളരെയധികം ലോ ആയിട്ടാണ് നിൽക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു പവറിനെ നിങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ, ആ ഒരു രീതിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഈ ഒരു ജീവിതത്തിന്റെ കാര്യം ഓർത്തിട്ട് എത്രയും വേഗം ഇതൊന്ന് ശരിയാവണം, അതുപോലെ തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട രീതിയിലുള്ള എല്ലാവിധ ഫിനാൻഷ്യൽ കാര്യങ്ങളും നിങ്ങളിലേക്ക് തിരിച്ചു ലഭിക്കണം, എല്ലാം കൊണ്ടും ഒരു നഷ്ടത്തിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി ലെവൽ. അപ്പൊ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ. നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിന്റെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരുപാട് മാനസികമായിട്ടുള്ള വേദനകൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് രാത്രിയെന്നോ പകലെന്നോ അറിയാതെ നിങ്ങൾ ഒരുപാട് മനസ്സ് വേദനിച്ച് നൊന്തുകൊണ്ടിട്ട് നിങ്ങളൊരു എന്താ പറയാ, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടപ്പെട്ട ഒരു അവസ്ഥ. ഓക്കെ, അങ്ങനെ ഒരു രീതിയിലാണ് നിങ്ങളിപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നത്. സ്നേഹത്തിന്റെ കാര്യത്തിൽ ആ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ പല വ്യക്തികൾക്കും ജോലി ഉണ്ടായിരിക്കാം, ജോലി ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നവരായിരിക്കാം, ജോബ് ഉള്ള വ്യക്തികൾ തന്നെയായിരിക്കാം. പക്ഷേ ഇത്രത്തോളം പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആ ഒരു ജോലിയിൽ പോലും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഡെഡിക്കേറ്റ് ചെയ്തിട്ട് അതിലേക്ക് നിങ്ങൾക്കൊരു പൂർണ്ണമായിട്ടുള്ള ഒരു എന്താ പറയാ, നിങ്ങളുടെ ഒരു കഴിവിനെ പ്രയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ. അത്രത്തോളം കൺഫ്യൂഷനിൽ നിൽക്കുന്നു നിങ്ങൾ. മൈൻഡ് നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നെക്സ്റ്റ് വന്നിരിക്കുന്നത് എംപറർ കാർഡ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാർഡ് കൊണ്ട് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നിങ്ങളുടെ ഒരു ഇന്നർ പവർ ഉണ്ട്. ആ ഒരു ഇന്നർ പവറിന്റെ ആ ഒരു ബ്രൈറ്റ്നെസ് നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു സമയമാണിത്. ആ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങളുടെ ലൈഫിനെ നിങ്ങളായിട്ട് തന്നെ ഒരു ഘടന, ഒരു സ്ട്രക്ചർ കൊണ്ടുവരണം. അങ്ങനെ ഒരു സ്ട്രക്ചർ നിങ്ങൾ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നിങ്ങളിലേക്ക് പല കാര്യങ്ങളും അട്രാക്റ്റ് ആവുന്നതാണ്. എയ്റ്റ് ഓഫ് wands ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ അത്യാവശ്യമാണ്. കുത്തെഴിഞ്ഞു കിടക്കുന്ന പോലെയുള്ള നിങ്ങളുടെ ഈ ഒരു ലൈഫിന്റെ സ്റ്റൈൽ, നിങ്ങളുടെ വേദന കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരു തീരുമാനം എടുക്കണം. നിങ്ങളുടെ ജീവിതത്തിനെ മുന്നോട്ടേക്ക് പോകണമെങ്കിൽ നിങ്ങളായിട്ട് തന്നെ മുന്നിട്ടിറങ്ങണം. വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. വേദനിച്ച് നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കാനായിട്ട് ഒരു ലിമിറ്റിൽ കൂടുതലായിട്ട് ആരും നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരില്ല. നമ്മളായിട്ട് തന്നെ തീരുമാനം എടുത്ത് മുന്നിട്ടിറങ്ങുമ്പോൾ മാത്രമേ നമുക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന മെസ്സേജ്, നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പവർ തിരിച്ചറിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങണം. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വിജയിക്കാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ വിജയിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക. അങ്ങനെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്ക് അർഹമായ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നെത്തും എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന മെസ്സേജ്. ഇതാണ് നിങ്ങളുടെ ഒരു
എനർജി ആയിട്ട് ഇവിടെ കാണുന്നത്. വളരെയധികം എനർജി ലോയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഒരു സ്പ്രെഡിൽ അനുസരിച്ചിട്ട് ഈ ഒരു വീഡിയോ കാണുന്ന വ്യക്തികളിൽ ഭൂരിഭാഗം ആൾക്കാരും നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ജീവിതത്തിന് തന്നെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ വിലപ്പെട്ടതായിട്ട് കാണുന്നത്. ആ ഒരു ജീവിതത്തിനെ ഒന്ന് നന്നായിട്ട് എടുക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സന്തോഷം പൂർണ്ണമായിട്ടും ഈ ഒരു ഫാമിലിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവരുടെ എനർജിയാണ് കൂടുതൽ കാണുന്നത്. അപ്പൊ നിങ്ങൾ അതിനെ ഒന്ന് ശരിയായിട്ട് എടുക്കണം എന്നാണ് ഏറ്റവും ആഗ്രഹിക്കുന്നത്. പുറത്തു നിന്നുള്ള ഒരു തേർഡ് സിറ്റുവേഷന്റെ എൻറ്ററിങ് മൂലം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഇഷ്യൂസ്, നിങ്ങൾ ഒരുപാട് വേദനകൾ സഹിക്കേണ്ടതായിട്ട് വന്നു. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ലോസ്, നിങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തികളുടെ ഒരു അസാന്നിധ്യം, ഇതെല്ലാം തന്നെ നിങ്ങൾ അനുഭവിച്ചിട്ട് ഇപ്പോൾ നിങ്ങളുടെ ഒരു വേദന എന്ന് പറയുന്നത് നിങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. അപ്പൊ മേ ബി ഈ ഒരു പ്രശ്നം നടന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നാളുകളായിരിക്കാം, അല്ലെങ്കിൽ ചിലർക്ക് ഈ ഒരു റീസെന്റ് ആയിട്ടായിരിക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇനിയും തളർന്നിരിക്കാതെ നിങ്ങൾക്കിത് നേടാനായിട്ട് സാധിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഉയർത്തെഴുന്നേൽക്കുക എന്നൊരു മെസ്സേജ് ആണ് നമുക്ക് കാണുന്നത്. ഓക്കെ, ദ എംപ്രസ് കാർഡ് വന്നിട്ടുണ്ട്. ഡെത്ത് ആൻഡ് റീബർത്ത് വന്നിട്ടുണ്ട്. ഫോർ ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. ജസ്റ്റിസ് വന്നിട്ടുണ്ട്. ത്രീ ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമുക്കിവിടെ വന്നിരിക്കുന്നത് എംപ്രസ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. എംപ്രസ് കാർഡ് എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ ബ്ലെസ്സിങ് ആണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒരു ദേവതാ ചൈതന്യം നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജീവിതത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് തന്നെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളിൽ പല വ്യക്തികളും ഒരുപക്ഷെ അമ്മയായിരിക്കാം. അമ്മ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു വിവാഹിതയും അമ്മയുമായിട്ട് നിൽക്കുന്ന വ്യക്തികളുണ്ട്. അതുപോലെ തന്നെ ഒരു അമ്മയാകാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന വ്യക്തികളുണ്ട്. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ ആ ഒരു ഇന്നർ സോളിന്റെ പവർ തിരിച്ചറിഞ്ഞ് നിങ്ങൾ മുന്നിട്ടിറങ്ങുമ്പോൾ, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നിങ്ങളുടെ ലൈഫിലേക്ക് എല്ലാവിധ കാര്യങ്ങളും അട്രാക്ട് ചെയ്യപ്പെടും. അത് ഈ ഒരു യൂണിവേഴ്സിന്റെ തീരുമാനമാണ്. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സമ്പൽ സമൃദ്ധിയാണ് വരാനിരിക്കുന്നത് എന്നാണ്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡാണ് എംപ്രസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് ആദ്യമേ തന്നെ കാണുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിന് മേൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പൂർണ്ണമായിട്ടും അവസാനിച്ചു പോയി എന്ന് നിങ്ങൾ കരുതിയ നിങ്ങളുടെ ബന്ധത്തിന്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിന്, നിങ്ങൾ എന്താണോ മനസ്സിൽ ഒരു കാര്യം ആഗ്രഹിച്ചിരിക്കുന്നത്, ആ ഒരു കാര്യം നിങ്ങൾക്ക് നടക്കില്ല എന്നാണ് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലുമല്ല, നിങ്ങൾക്ക് അതിനൊരു പുനർജന്മമാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം ആ ഒരു രീതിയിൽ തന്നെ തീർന്നിട്ട് അതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് തികച്ചും പരിപൂർണമായിട്ടുള്ള ഒരു വ്യത്യസ്തതകളിലൂടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ട് ഒരു പുതിയ ജന്മം പോലെ നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നു എന്നാ കാണുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ ഒരു ഫോർ ഓഫ് വാണ്ട്സിന്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ പല വ്യക്തികളും നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളൊരു മാരേജ് കഴിഞ്ഞിട്ടില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ആഘോഷം വരാൻ വേണ്ടി പോവുകയാണ്. ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് ഒരു കമ്മിറ്റ്മെന്റ് തന്നിട്ടാണ് തിരിച്ചെത്താനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ ഒരു മാരേജിന് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ ഇവിടെ നമുക്ക് കാണുന്നതനുസരിച്ച് ഒരു ഫാമിലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരും ഉണ്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞിട്ടിരിക്കുന്ന വ്യക്തികളും ഉണ്ടാകാം ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു പേഴ്സൺ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പേഴ്സൺ, നിങ്ങൾ ആ ഒരു പേഴ്സണെയാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവര് കടന്നു വരുന്നു. അല്ല, നിങ്ങളൊരു പുതിയ ജീവിതം ആഗ്രഹിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് ഒരു വിവാഹ ജീവിതം നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് പോവുകയാണ്.
എന്നാ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളൊരു വിവാഹിതൻ അല്ലെങ്കിൽ വിവാഹിതയാകാൻ പോകുന്നു. ഒരു celebration നിങ്ങളുടെ ലൈഫിൽ നടക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ. അതുപോലെ തന്നെ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് നമുക്ക്. വേൾഡ് കാർഡ് എന്ന് പറയുന്നത് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡാണ്. എല്ലാവിധ സന്തോഷവും സമൃദ്ധിയും ഫിനാൻഷ്യൽ ഗ്രോത്ത് ഫാമിലി എല്ലാം തന്നെ അബണ്ടൻസിന്റെ കാർഡാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് വരുന്ന ഒരു സമയമാണിത്. അപ്പോൾ നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് വൈഫ് എന്നുള്ള രീതിയിലാണെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. ഈ തേർഡ് സിറ്റുവേഷൻസ് എല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിയിട്ട് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. നിങ്ങളൊരു ലവറിനെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ലവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. അതുപോലെ തന്നെ നിങ്ങളൊരു എന്താ പറയുക ഒരു ന്യൂ മാരേജിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വേദനകളിലൂടെ കടന്നുപോയ വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു വിവാഹയോഗമോ ഒന്നും ആകുന്നില്ല, വിവാഹിതയാകാനായിട്ട് സാധിക്കുന്നില്ല, ഒരുപാട് തടസ്സങ്ങളാണ്, അല്ലെങ്കിൽ വിവാഹിതനാവാനായിട്ട് സാധിക്കുന്ന തടസ്സങ്ങളാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിലും നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് പോലെ എല്ലാവിധ സന്തോഷവും നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ഒരു സമയം നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ലവേഴ്സ് കാർഡാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ സത്യസന്ധത മനസ്സിലാക്കി നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിനെ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങളിലേക്ക് തന്നെ വരികയാണ് എന്നാണ് നമുക്കിവിടെ കാണുന്നത്. അവർ വെറുതെയുമല്ല വരുന്നത്, നിങ്ങൾക്കായുള്ള ഒരു ജസ്റ്റിസുമായിട്ടാണ് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹം യാതൊരു രീതിയിലും ഇനി ഒട്ടും തന്നെ കുറയാതെ തുല്യമായ രീതിയിൽ തന്നെ ഒരു ബാലൻസിങ്ങിലേക്ക് എത്തിച്ച് നിങ്ങൾക്ക് അർഹമായ ഒരു നീതി തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനായിട്ട് പോവുകയാണെന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വേദനകൾക്ക് ഒരു അവസാനമായിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പൊ അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഒരു പവർ തിരിച്ചറിയേണ്ട സമയം തന്നെയാണ്. ഓക്കെ, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കൊടുക്കണം. നിങ്ങളുടെ ആ ഒരു പവർ തിരിച്ചറിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ഒരു വാല്യൂ സ്വയം മനസ്സിലാക്കണം. നമ്മുടെ സ്വന്തം വാല്യൂ കളയാതെ സ്വന്തം വാല്യൂ മനസ്സിലാക്കി നിങ്ങൾ ഒരു സ്റ്റെപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് വെക്കൂ. നിങ്ങൾക്ക് മാറ്റങ്ങൾ തിരിച്ചറിയാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. വിഷമിച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും തന്നെ നമ്മുടെ ലൈഫിലേക്ക് ഒരു ലിമിറ്റിൽ കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു പവർ നിങ്ങൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. അപ്പൊ നിങ്ങളിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാവിധ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അട്രാക്ട് ചെയ്യപ്പെടും. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിവിടെ 3 of Wands ആണ് വന്നിരിക്കുന്നത്. ഒരുപാട് പ്ലാനിങ് നിങ്ങളുടെ ലൈഫിന്റെ കാര്യത്തിൽ ഒരു യാത്രക്കായിട്ടുള്ള നിങ്ങളുടെ ആഗ്രഹം, ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന ആ ഒരു ആഗ്രഹമാണിത്. ആ ഒരു ആഗ്രഹം ഡിവൈൻ ആയിട്ട് ഒരു പ്ലാനിങ്ങിൽ നിർത്തിയിരിക്കുകയാണ്. ഈ ഒരു പുഴ കടന്ന് അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങളാണ് നിൽക്കുന്നത്. അപ്പൊ നിങ്ങളിലേക്ക് വരാനായിട്ട് തയ്യാറെടുത്താണ് നിൽക്കുന്നത്. വെളിച്ചമെല്ലാം തന്നെ റെഡിയാണ്. ഇനി നമുക്ക് വേണ്ടത് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയുടെ സാന്നിധ്യമാണ്. നിങ്ങളിപ്പോ ഡൗൺ ആയിട്ട് മറ്റൊരു സ്ഥലത്ത് വിഷമിച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരണം. നിങ്ങളുടെ വെളിച്ചം അവിടെ കാണുമ്പോഴാണ് ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക എന്നാണ് ഈ ഒരു കാർഡ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു മെസ്സേജ്. Six of Pentacles വന്നിട്ടുണ്ട്. Two of Swords വന്നിട്ടുണ്ട്. Eight of Cups, Nine of Pentacles, Two of Cups, Six of Swords, The Chariot. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ടവർ കാർഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 6 of Pentacles ആണ്.
നിങ്ങൾക്ക് അർഹമായിട്ടുള്ള ഒരു പണമാണെങ്കിലും സ്നേഹമാണെങ്കിലും നിങ്ങളുടെ കയ്യിലേക്ക് വന്നെത്തുന്ന ഒരു സമയം അടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ ഒരു കാർഡ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ജോബ് നോക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും രീതിയിലുള്ള പണമോ കാര്യങ്ങളോ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അതെല്ലാം തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് തിരിച്ചെത്തുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ആ ഒരു സ്നേഹവും നിങ്ങളുടെ കയ്യിലേക്ക് വന്നെത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ വന്നിരിക്കുന്ന കാർഡിന്റെ മീനിങ്. അതുപോലെ തന്നെ ടു ഓഫ് സോഴ്സിന്റെ എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങളിൽ ഇപ്പോഴും കൺഫ്യൂഷൻ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നിങ്ങൾ ഒരുപാട് വിഷമിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ നിങ്ങൾ ഒരുപാട് കൺഫ്യൂഷനിലാണ്. ഒരുപാട് ഓർമ്മകൾ, ഈ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ, അതുപോലെ നിങ്ങളുടെ ബുദ്ധിമുട്ട്, ഫിനാൻഷ്യൽ ഇഷ്യൂസിന്റെ എല്ലാവിധ ഓർമ്മകളും പല വ്യക്തികൾ ചിലപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും പണം കൊടുക്കാനുണ്ടായിരിക്കാം. അപ്പൊ എന്ത് തന്നെയായാലും ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് അവരൊക്കെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇതൊന്നും ഫേസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. നിങ്ങളൊരു കണ്ണ് കെട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങൾക്ക് ഇതൊന്നും കാണണ്ട എന്ന് പറഞ്ഞ് നിങ്ങളൊരു ഇരുട്ടിലാണ് ഇപ്പൊ പൂർണ്ണമായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു കെട്ടഴിച്ച് നിങ്ങൾ പുറത്തേക്ക് വരണമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആ ഒരു കെട്ടഴിച്ച് നിങ്ങൾ പുറത്തേക്ക് വന്ന് ആ ഒരു വെളിച്ചം കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് പല കാര്യങ്ങളും തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ചുറ്റിലും നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു കെട്ടഴിച്ച് ഒരു പൂർണ്ണമായ തീരുമാനം എടുത്ത് നിങ്ങൾ പുറത്തേക്ക് വരണമെന്നാണ് ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത്. 8 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് സ്നേഹം ഒരു വ്യക്തിക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് അർഹമായ രീതിയിലൊന്നും അവിടുന്ന് ലഭിച്ചില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, നമുക്കിവിടെ 3 ഓഫ് സോഴ്സ് വന്നപ്പോൾ നിങ്ങളൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. അപ്പൊ ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ ഒരുപാട് സ്നേഹം എല്ലാം കൊടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ നിന്നും തിരിച്ചൊന്നും കിട്ടാതെ വന്നപ്പോൾ നിങ്ങൾ അവിടെ നിന്നൊരു വെളിച്ചം തേടിയുള്ള യാത്രയിലാണ് ഇപ്പോൾ. ആ വെളിച്ചം തേടിയുള്ള നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ ഇങ്ങനെ കണ്ണ് കെട്ടിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. കണ്ണ് കെട്ടി കണ്ണ് പൊത്തി പിടിച്ച് നിങ്ങൾ ഒരുപാട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ നിങ്ങളുടെ മുന്നിൽ ഇവിടെ ഒരു വെളിച്ചമുണ്ട്, നമുക്കിവിടെ കാണാം. സൂര്യൻ ഉദിച്ചു വരുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു വെളിച്ചമുണ്ട്, പക്ഷെ നിങ്ങൾ ഇങ്ങനെ കണ്ണ് കെട്ടി നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ ആ ഒരു വെളിച്ചത്തെ നിങ്ങൾ എങ്ങനെ കാണും? അപ്പൊ നിങ്ങൾ ആ ഒരു കെട്ടഴിച്ച് പുറത്തേക്ക് വരണം. ഈ ഒരു വേദനിപ്പിക്കുന്ന അവസ്ഥയിൽ മാത്രം ഇരിക്കാതെ നിങ്ങൾ അവിടെ നിന്ന് ഉണർന്ന് പുറത്തേക്ക് വരണം എന്നാണ് ഇവിടെ ഈ ഒരു കാർഡ് നമ്മളോട് പറയുന്നത്. നിങ്ങൾ അങ്ങനെ ഉണർന്ന് വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കും. ഈ ഒരു യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു സമയം തുറന്നു വെച്ചിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഒരുപാട് വേദനകളിലൂടെ കടന്നു വന്ന് നിൽക്കുന്ന വ്യക്തികളാണ് എങ്കിൽ, ഒരുപാട് നാളുകളായിട്ട് നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ നിങ്ങളിങ്ങനെ തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെല്ലാം മാറ്റം അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കേണ്ട ഒരു ടൈം ആണിത്. അത് നിങ്ങൾ ആദ്യം തിരിച്ചറിയുക. ഈ ഒരു വെളിച്ചം നിങ്ങളായിട്ട് തന്നെ കണ്ണ് തുറന്ന് കാണുക. നിങ്ങൾ ആ ഒരു വെളിച്ചം കണ്ടു കഴിയുമ്പോഴാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ, നിങ്ങളെന്ന വെളിച്ചത്തിനെ ഇവിടെ കാണുമ്പോഴാണ് ഇവിടെ നിൽക്കുന്ന നിങ്ങളുടെ ആഗ്രഹം അങ്ങോട്ട് അട്രാക്ട് ആവുള്ളൂ, നിങ്ങളിലേക്ക് അട്രാക്ട് ആവുള്ളൂ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്തേക്കാണ് നിൽക്കുന്നത്. ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു ആഗ്രഹം നിങ്ങളിലേക്ക് വരാൻ തയ്യാറായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ അവിടെ തിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പൊ നിങ്ങൾ ആ ഒരു വെളിച്ചം തിരിച്ചറിഞ്ഞ് ഈ വെളിച്ചം എന്ന് പറയുന്നതാണ് നമുക്കിവിടെ കാണുന്നത്. നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഇതേ വെളിച്ചമാണ് ഇവിടെ നമുക്ക് കാണുന്നത്. അപ്പൊ നിങ്ങൾ എന്ന് പറയുന്ന person ഇവിടെ വന്ന് കണ്ണ് തുറന്ന് നോക്കിയാലേ ഈ ഒരു വെളിച്ചം നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. നിങ്ങളെ കണ്ടാലേ ഈ ഒരു ആഗ്രഹം നിങ്ങളിലേക്ക് അട്രാക്ട് ആവുകയുള്ളൂ. അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കി ഈ ഒരു സമയത്ത് ഒരു തീരുമാനം എടുക്കേണ്ടത് അനിവാര്യമാണ് എന്നാണ് ഈ ഒരു കാർഡ് നിങ്ങളോട് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ 9 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് ഒരു ജോലിക്ക് വേണ്ടി, ഒരു ഫിനാൻഷ്യൽ ഗ്രോത്തിന് വേണ്ടിയിട്ടും ഒക്കെ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. പല വ്യക്തികൾക്കും ജോബ് ഉണ്ടായിരിക്കാം. ജോബ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ജോലിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിലേക്ക് ഉയർന്നു വരണം. ഓക്കെ. ജോലി ഇല്ലാത്ത വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ജോബ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സമയമാണിത്. അപ്പൊ നിങ്ങൾ ഡെസ്പായിട്ട് ഇരിക്കരുത്, ഡൗൺ ആയിട്ട് ഇരിക്കരുത് എന്നാണ് നിങ്ങളോട് ഈ ഒരു കാർഡ് വഴി യൂണിവേഴ്സ് ആയിട്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ നമുക്കിവിടെ 2 ഓഫ് കപ്സിന്റെ എനർജി വന്നിട്ടുണ്ട്. ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ കൈ പിടിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ സാന്നിധ്യമാണ് എങ്കിൽ, ഒരു വൈകാരികമായ ജീവിതമാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ കൈ പിടിച്ച് കൊണ്ടുപോകാനായിട്ട് വരുന്നു. ഓക്കെ, വരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തിലും നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും വരും, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾ അടിയുറച്ച് വിശ്വസിച്ച് തന്നെ മുന്നോട്ടേക്ക് പോവുക. നിങ്ങൾക്ക് അർഹമായ ഒരു ജഡ്ജ്മെന്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 6 ഓഫ് സോഴ്സിന്റെ എനർജി ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം വേദനിപ്പിക്കുന്ന, മനസ്സ് കീഴടക്കിയിരിക്കുന്ന വേദനകളാണ് നിങ്ങളുടെ മനസ്സിനെ കീഴടക്കിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തിൽ ഇപ്പൊ നമുക്കിവിടെ കാണാം, ഈ ഒരു
വേദനകളാണ് ഈ ഒരു പക്ഷികൾ എന്ന് പറയുന്നത്. ഇപ്പൊ ആ ഒരു വേദനകളാണ് നിങ്ങളെ മുന്നോട്ടേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു കെട്ട് പൊട്ടിച്ചിട്ട് നിങ്ങളായിട്ട് തന്നെ ഈ ഒരു തോണി തുഴയാനായിട്ട് പഠിക്കണം. മറ്റുള്ളവരുടെ കയ്യിൽ നിങ്ങളുടെ ജീവിതം ഏൽപ്പിക്കരുത്. നിങ്ങളായിട്ട് തന്നെ അതിന് തയ്യാറാകണം എന്നാ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു സോളിന്റെ ഒരു പവർ തിരിച്ചറിയുക. നിങ്ങളുടെ പവർ നിങ്ങൾ തന്നെ തിരിച്ചറിയണം. അതിനുശേഷം നിങ്ങൾ ഒരു സ്റ്റെപ്പ് വെക്കാൻ തയ്യാറാകണം. ഈ ആടി ഉലയുന്ന തോണിയിൽ നിങ്ങളിപ്പോൾ പേടിച്ചാണ് നിൽക്കുന്നത്. അങ്ങനെ നിങ്ങൾ പേടിച്ച് നിൽക്കുകയാണെങ്കിൽ എപ്പോഴും നിങ്ങൾ അവിടെ തന്നെ നിന്നു പോകേണ്ടതായിട്ട് വരും. നിങ്ങൾ അതിൽ നിന്നൊന്ന് മാറ്റി ചിന്തിക്കൂ എന്നാണ് പറയുന്നത്. ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളാണ് വരാനിരിക്കുന്നത്. വേൾഡ് കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. ടവർ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളൊരു വലിയ തിരിച്ചടി നേരിട്ട് ജീവിതത്തിൽ തകർന്നു നിൽക്കുന്ന സിറ്റുവേഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇവിടെ കാണാം. വളരെയധികം തകർന്ന് വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥ. അതുപോലെ തന്നെ ഹൈ പ്രീസ്റ്റസ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് പ്രാർത്ഥന, മെഡിറ്റേഷൻ അങ്ങനെ ഒരുപാട് divine ആയിട്ട് connected ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു divine connection എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന positives എല്ലാം നിങ്ങൾക്ക് തരാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പൊ നിങ്ങളും കൂടി അതിന് തയ്യാറാവണം. നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പുതിയ തുടക്കമാണ് വരുന്നത്. okay അതുപോലെ നമുക്കിവിടെ chariot card ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് emotionally weak ആയിട്ട് നിൽക്കുന്ന സമയമാണ് ഇത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു power തിരിച്ചറിഞ്ഞിട്ട് emotions എല്ലാം തന്നെ നിങ്ങൾ ഈ ഒരു time ൽ control ചെയ്യാനായിട്ട് ശ്രമിക്കണം. നമുക്കിവിടെ കാണാം നിങ്ങൾ രാത്രിയും പകലും ഏതാന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെ പോകുന്ന വ്യക്തികളാണ്. ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറയുന്നത്. അത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ പ്രശ്നങ്ങൾ നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ നേരിടാത്ത രീതിയിലുള്ള വലിയ വലിയ വേദനകളിലൂടെ ആയിരിക്കാം നിങ്ങൾ ഇപ്പോൾ കടന്നുപോയത്. അല്ലെങ്കിൽ കുറേ നാളുകളായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇത്രയും വേദനകൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. നിങ്ങളിൽ പല വ്യക്തികളും ഈ ഒരു സമയത്ത് ചിലപ്പോൾ ഇമോഷൻസിനെ ഒക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കാം. okay അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസ്, വേദനകൾ എല്ലാം തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അതിനെയെല്ലാം ഒരു പവർ ആക്കി എടുക്കുക. ആ വിഷമത്തിനെ എല്ലാം തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അതിനെയെല്ലാം ഉരുക്കി ഉരുക്കി നല്ല രീതിക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള പവർ ആക്കി നിങ്ങൾ എടുക്കുക എന്നാ പറയുന്നത്. നമുക്കറിയാമല്ലോ സ്വർണത്തിനെ ഊതി തിളപ്പിക്കുമ്പോഴാണ് അതിന് വീണ്ടും വീണ്ടും ഒരു ക്ലാരിറ്റി വന്നുകൊണ്ടിരിക്കുന്നത്, അതിന് പ്രകാശം വരുന്നത്, ഒരു ബ്രൈറ്റ്നെസ് വരുന്നത്. അതുപോലെയാണ് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു വേദനയെ നിങ്ങളായിട്ട് തന്നെ വേദനിച്ചിരിക്കാതെ അതിന്റെ ആ ഒരു വേദനയിൽ നിന്നും അതിന്റെ ഒരു സ്വർണം നിങ്ങൾ തന്നെ കണ്ടെത്തണം. അതായത് നിങ്ങളുടെ വിജയം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. അതാണ് അതിന്റെ ഒരു മീനിങ്. നിങ്ങളുടെ വിജയം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാത്തിനും സാധിക്കും. നിങ്ങൾ ഒരിക്കലും പുറകോട്ട് നിൽക്കേണ്ട വ്യക്തികളല്ല. നമുക്കിവിടെ വന്നിരിക്കുന്ന കാർഡുകളുടെ എനർജി അങ്ങനെ തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഒരു എനർജി ലെവൽ, നിങ്ങളുടെ ഒരു സിറ്റുവേഷൻസ്, ആ ഒരു കാര്യത്തിൽ നിൽക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്, നിങ്ങൾക്ക് അത് നടക്കുമോ എന്നുള്ളത് നോക്കുമ്പോൾ, അതിന്റെ ഒരു പോസിബിലിറ്റീസ് നോക്കുമ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്നത് അനുസരിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നടക്കുമെന്ന് തന്നെ കാണുന്നത്. ഒരു 50-50 ചാൻസ് പോലും അല്ല നമുക്ക് കിട്ടിയത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് സാധിച്ചെടുക്കാനായിട്ട് കഴിയും. ഒരു നെഗറ്റീവ്സ്, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ നിങ്ങളുടെ ലൈഫിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഈ ഒരു പ്രപഞ്ചമായിട്ട് തന്നെ നിങ്ങളിൽ നിന്ന് തുടച്ചു മാറ്റും. കാരണം അതൊന്നും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിലെ ബാധിക്കേണ്ട കാര്യങ്ങളല്ല. കാരണം നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഫ്യൂച്ചർ ആണ്. നിങ്ങൾക്കൊരു പുനർജന്മമാണ്. അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിട്ട് തന്നെ മുന്നിട്ടേക്ക് ഇറങ്ങുക. അങ്ങനെ ഇറങ്ങി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് എന്നാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് യൂണിവേഴ്സിന് നിങ്ങൾക്കായിട്ട് തരാനുള്ള ഒരു മെസ്സേജ് എന്താന്ന് കൂടെ നമുക്ക് നോക്കാം. ഇത്രത്തോളം വേദനകളെല്ലാം നിങ്ങൾ സഹിച്ചിരിക്കുമ്പോൾ നിങ്ങളോട് യൂണിവേഴ്സിന് പറയാനുള്ളത് എന്താണ്? പ്രപഞ്ച ശക്തിക്ക് ഈ ഒരു ഏഞ്ചൽസ്, ഒരു ഏഞ്ചൽ ഗൈഡൻസ്. പെർഫെക്റ്റ് ടൈമിംഗ് എന്നൊരു കാർഡ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ മുന്നോട്ടേക്ക് ഇറങ്ങേണ്ട ഒരു പെർഫെക്റ്റ് ടൈമിംഗ് തന്നെയാണിത്. നിങ്ങൾ മടിച്ചു നിൽക്കരുത് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഹെൽപ്ഫുൾ പീപ്പിൾ എന്ന് വന്നിട്ടുണ്ട്. സക്സസ് എന്നൊരു കാർഡും വന്നിട്ടുണ്ട്. ഓക്കെ അപ്പൊ നമുക്കിവിടെ വന്നിരിക്കുന്നത് പെർഫെക്റ്റ് ടൈം. നിങ്ങൾക്ക് എല്ലാത്തിലേക്കും ഇറങ്ങേണ്ട ഒരു കറക്റ്റ് ടൈം തന്നെയാണിത്. അപ്പൊ നിങ്ങൾ മടിച്ചു നിൽക്കാതെ പുറത്തേക്ക് ഇറങ്ങണം. നിങ്ങൾക്കൊരു ജോലിയൊക്കെ ഇല്ലാതെ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ സഹായിക്കാനായിട്ട് ഒരുപാട് ആളുകൾ വരുന്നതാണ്. യൂണിവേഴ്സ് ആയിട്ട് തന്നെ, ഈ ഒരു ഏഞ്ചൽസ് ആയിട്ട് തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദേവതാ ചൈതന്യം നിങ്ങളിലേക്ക് നിങ്ങളെ സഹായിക്കാനായിട്ട്
ഈ ഒരു സമയത്ത് നിങ്ങൾ ആദ്യം തയ്യാറെടുക്കുക. നിങ്ങൾ ആദ്യം തയ്യാറെടുത്ത് കഴിയുമ്പോൾ നിങ്ങളെ സഹായിക്കുന്ന ആൾക്കാരും നിങ്ങളിലേക്ക് attract ചെയ്ത് വരുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു success നേടാനായിട്ട് സാധിക്കുന്നതാണ് എന്നൊരു message ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. Okay. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു reading എന്ന് പറയുന്നത്. ഈ ഒരു reading നിങ്ങൾക്ക് എത്ര പേർക്കാണ് resonate ആയത് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് comment ചെയ്യണേ. നിങ്ങൾ comment ചെയ്യുമ്പോഴാണ് എനിക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് subscribe ചെയ്യുകയും അതുപോലെ തന്നെ like ചെയ്യുകയും ചെയ്യണം. Okay. അപ്പോൾ വീണ്ടും നല്ല ഒരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.